ഗാസയെ അക്ഷരാർത്ഥത്തിൽ ശവപ്പറമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ കൂട്ടക്കൊലയ്ക്കായി ഇസ്രയേൽ സൈന്യം AI സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തിയെന്ന് തെളിയിക്കുന്ന നിർണായക വിവരങ്ങൾ പുറത്ത്. ബോംബാക്രമണങ്ങൾക്കുള്ള ടാർജറ്റുകളെ കണ്ടെത്താൻ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡേറ്റാബേസ് ഇസ്രയേൽ സൈന്യം പ്രയോജനപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ലാവൻഡർ എന്നു പേരുള്ള നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് ഇസ്രയേൽ സൈന്യം ആയിരക്കണക്കിന് ബോംബിംഗ് ടാർജറ്റുകളെ കണ്ടെത്തുകയും നിരീക്ഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഇതുവഴി അവരെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇസ്രയേൽ പലസ്തീൻ പ്രസിദ്ധീകരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹീബ്രു ഭാഷാ മാധ്യമമായ ലോക്കൽ കോളും അടുത്തിടെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. 37,000-ഓളം ടാർജറ്റുകളുടെ ഡേറ്റാബേസ് AI തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അൽ ജസീറയുടെ കിഴക്കൻ ജെറുസലേം റിപ്പോർട്ടർ റോസി ചാൻലേൻസ് പറയുന്നത്. ലാവൻഡറിന് 10% പിഴക് പറ്റാനുള്ള സാധ്യതയുണ്ടെന്നിരിക്കലും ഹമാസ് പ്രവർത്തകരെ കണ്ടെത്താനെന്ന ന്യായം പറഞ്ഞ് ഇസ്രയേൽ സൈന്യം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കാമെന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ഇസ്രയേൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. യുദ്ധത്തിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് വിലക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും ഗാസയിൽ ഇപ്പോൾ നടക്കുന്നത് AI അസിസ്റ്റഡ് വംശഹത്യയാണെന്നും ഹമീദ് ബിൻ ഖലീഫ സർവകലാശാല ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് വിഭാഗം ആവശ്യപ്പെട്ടു. AI ഉപയോഗിച്ച് ടാർജറ്റുകളെ കണ്ടെത്തുന്ന പ്രക്രിയ സാധാരണക്കാരായ നിരവധി പേർ കൊല്ലപ്പെടുന്നതിനിടയാക്കിയെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യോമാക്രമണം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മനുഷ്യന് പകരം AI ചുമതലപ്പെടുത്തുന്നത് യുദ്ധകുറ്റകൃത്യമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും ആരോപിക്കുന്നു. അതിനിടെ ഇസ്രയേൽ ആക്രമണം ഭയന്ന് സന്നദ്ധ സംഘടനകൾ പിൻവാങ്ങിയതോടെ ഗാസയിൽ പട്ടിണി പിടിമുറുക്കുന്നു. അടുത്ത 48 മണിക്കൂർ നേരത്തേക്ക് രാത്രികാല ഭക്ഷണ വിതരണം നിർത്താൻ UN ഏജൻസികൾ തീരുമാനിച്ചു. യുദ്ധം തകർത്ത ഗാസയിലെ ജനതയ്ക്ക് അവസാന ആശ്രയമായി സന്നദ്ധ സംഘടനകളും പ്രവർത്തനം നിർത്തുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കും. മധ്യ ഗാസയിൽ കഴിഞ്ഞ ദിവസം വേൾഡ് സെൻട്രൽ കിച്ചൺ സംഘടനയുടെ പ്രവർത്തകർ സഞ്ചരിച്ച വാഹനങ്ങൾ ബോംബിട്ട് തകർത്തതോടെയാണ് സന്നദ്ധ പ്രവർത്തകർ പിന്മാറ്റം പ്രഖ്യാപിച്ചത്. അമേരിക്ക മുൻകൈയെടുത്ത് കടൽ വഴി തുറന്ന താൽക്കാലിക ഭക്ഷ്യസഹായ പദ്ധതിയും നിർത്തി. ഗാസയിലേക്ക് ഭക്ഷണവുമായി എത്തിയ കപ്പലുകൾ തിരക്കിട്ട് മടങ്ങുകയായിരുന്നു. വടക്കൻ ഗാസയിൽ ഇതോടെ ഭക്ഷ്യശൂന്യത കൂടുതൽ തീവ്രമാകും. സ്ഥിതി ദയനീയമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. UN അഭയാർത്ഥി ഏജൻസിക്ക് ഇസ്രയേൽ വിലക്കേർപ്പെടുത്തിയതും തിരിച്ചടിയായി. 7 സന്നദ്ധ പ്രവർത്തകരെ ബോധപൂർവം ഇസ്രയേൽ കൊലപ്പെടുത്തിയതാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. സ്ഥിതി ഏറെ അസഹനീയമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് നെതന്യാഹുവിനെ അറിയിച്ചു. ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതിനായി പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് ഋഷി സുനക് അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഗാസയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ ഭീതിയുടെ മുനയിൽ നിർത്തി പിന്മാറാൻ നിർബന്ധിക്കുകയാണ് ഇസ്രയേലെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. സന്നദ്ധ പ്രവർത്തകരുടെ കൊലയിൽ ദുഃഖമുണ്ടെങ്കിലും ഇസ്രയേലിനുള്ള പിന്തുണയിൽ മാറ്റമില്ലെന്ന് അമേരിക്ക പ്രതികരിച്ചു. അന്വേഷണ റിപ്പോർട്ട് ലഭ്യമാകുന്നതോടെ മാത്രം തുടർ നീക്കമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. അതിനിടെ ഗാസയിൽ അടിയന്തര വെടിനിർത്തലുണ്ടാകണമെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള കരാറുകളിൽ അടിയന്തരമായി തീർപ്പുണ്ടാകണമെന്നും ഗാസയിൽ സഹായം എത്തിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഗാസയിലെ മാനുഷിക ദുരിതങ്ങൾ കുറയ്ക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങൾ ബൈഡൻ ഇസ്രയേലിനോട് കടുപ്പിച്ചിട്ടുണ്ട്. ഗാസയിലെ പൗരന്മാരോടുള്ള സമീപനം മാറ്റിയില്ലെങ്കിൽ ഇസ്രയേൽ വിഷയത്തിലെ നയം അമേരിക്കയ്ക്ക് പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് ബൈഡൻ നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ ഖുദ്സ് ബ്രിഗേഡ്സ് ഗാസയിൽ നിന്ന് ഇസ്രയേലി നഗരങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. വടക്കൻ ഗാസ മുനമ്പുമായുള്ള അതിർത്തി വഴി ഇസ്രയേൽ താൽക്കാലിക സഹായ വിതരണം അനുവദിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.